അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ അതുപോലെ ഓപ്പനൊക്കെ പഠിച്ചു. എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഞാൻ പറയുന്നുണ്ട് ജോസഫ് സാർ. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ ആഴ്ചയിലും എടുക്കുന്ന ഓരോ ക്ലാസ്സുകളും ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് മൈൻഡ്ഫുൾനെസ്? നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഈ നിമിഷത്തിൽ, അല്ലെ, നമ്മൾ ഈ നിമിഷത്തിൽ കണക്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായാലും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ ഒരു നിമിഷത്തിൽ നമ്മൾ കണക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് ചില ആളുകളെ ഇപ്പോ നമ്മൾ കഴിഞ്ഞ കാലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതിലെല്ലാം കണക്റ്റ് ആയിട്ട് പല പ്രശ്നങ്ങളിലൂടെ പോയിട്ടുള്ള ആളുകളുണ്ടാവും, പല ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട ആളുകളുണ്ടാവും. അപ്പൊ അതിലെല്ലാം കണക്റ്റ് ആയിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞ പ്രശ്നങ്ങളെ കുറിച്ച് കഴിഞ്ഞ കാലത്തെ കുറിച്ച് എപ്പോഴും പറഞ്ഞ് അതിനെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകൾ, അല്ലെ? ഈ ഒരു നിമിഷത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതൊരു റിയാലിറ്റിയാണ്, അത് സംഭവിച്ചു കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ പോലും എന്താണ് അത് അതിൽ നിന്ന് പോരാതെ അതെങ്ങനെ സംഭവിച്ചു, എന്നാൽ എനിക്കത് വരാൻ പാടില്ലായിരുന്നു, മറ്റുള്ളവർ ചെയ്തത് കൊണ്ടാണ്, മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണ് സംഭവിച്ചതെന്ന് എപ്പോഴും പരാതി പറഞ്ഞു അതിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലത്തോ അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോഴും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെ? നമുക്ക് കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഇനി വരാനുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഈ നിമിഷത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതൊരു ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ആ ഒരു സംഭവം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾ ആ ഒരു മൈൻഡ്ഫുളിനോട് കൂടി തന്നെ ചെയ്യാം. കാരണം നമുക്ക് ആഹ് പൂർണ്ണമായിട്ടും നമുക്ക് ഹാപ്പി ആയിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതില് നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാല് നമ്മൾ സ്ട്രെസ് ഇപ്പൊ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വർക്കിന്റെ കാര്യങ്ങൾ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമുക്ക് ബ്രീത്തിങ് പ്രാക്ടീസ് ഉണ്ട്, അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ വഴിയെ പറയാം. ഇപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. പിന്നീടുള്ള നമുക്ക് കോൺസെൻട്രേഷൻ വർദ്ധിക്കും. അപ്പൊ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ വർക്കായാലും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം കാര്യത്തിൽ നമുക്ക് കോൺസെൻട്രേഷൻ വർദ്ധിക്കും. പിന്നീട് നമ്മുടെ ഇമോഷൻ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ചില കാര്യങ്ങളുണ്ടാവും മൂഡ് സ്വിങ് ചെയ്യുന്ന, അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പിന്നെ നമ്മുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ അതിലൂടെയൊക്കെ പോകുന്ന ആളുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളോടെ പല പ്രശ്നങ്ങളോടും പോകുന്ന സമയത്ത് ഈ ഒരു ഡിപ്രഷനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അത് ഡിപ്രഷനിലൂടെ ഒക്കെ പോകുന്ന ആളുകളുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ നമുക്ക് ആങ്സൈറ്റി, വരാൻ പോകുന്ന കാര്യങ്ങൾ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താവും, അല്ലേ? നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് worried ആവാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് കുറയാൻ തുടങ്ങും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. പിന്നീട് വരുന്ന നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും. അത് നമുക്ക് പലപ്പോഴും ഉണ്ടാവും. നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രഷർ കൂടാറുണ്ട് അല്ലെങ്കിൽ കുറയാറുണ്ട്. അതൊക്കെ ഒരു ലെവലിൽ നമുക്ക് നിർത്താൻ പറ്റും നമുക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. കൂടാതെ നമുക്ക് നല്ല ഉറക്കം കിട്ടും, അല്ലെ? അധികം ആളുകൾക്കും ഇപ്പോൾ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാറില്ല. നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ പല ആളുകളും അധികം ആളുകളും പറയുന്നതാണ് എൻ്റെ ഉറക്കം ശരിയല്ല, രാത്രി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, 12-1 മണി വരെയൊക്കെ വെറുതെ എന്തൊക്കെയാ ചിന്തിച്ചിരിക്കും, എനിക്ക് ഉറക്കം ക്ലിയർ അല്ല. അപ്പം
ഈ ഉറക്കം ക്ലിയർ ആവാനൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങാൻ ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ്. കൂടാതെ നമ്മളെ പ്രതിരോധ ശേഷി വർദ്ധിക്കും. പിന്നീട് നമ്മുടെ ആഹ് വിട്ടുമാറാത്ത ഒരുപാട് പെയിനുകൾ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും നമുക്ക്. അത് എന്താണെന്ന് അറിയാതെ. അപ്പൊ നമ്മള് EFT പറയുന്നതാണ് നമ്മുടെ ഓരോ ട്രോമ കാരണം ഒരുപാട് വേദനകളൊക്കെ നമുക്കുണ്ടാവും നമ്മുടെ ബോഡിയിൽ. നമുക്ക് എന്താണ് കാരണം ചിലപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ തന്നെ അത് എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത ഒരുപാട് വേദനകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇതിലൂടെ മാറ്റാൻ പറ്റുന്ന പറയുന്നത്. കൂടാതെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകളുണ്ട്. അപ്പം അതിലൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റും ഈ ഒരു മൈൻഡ്ഫുൾനെസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ. നമ്മുടെ പാർട്ട്ണറോടുള്ള സംസാരത്തിലും അവരോട് പെരുമാറുന്ന രീതിയിലൊക്കെ നമുക്ക് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതോടുകൂടി എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും, അല്ലേ? നമ്മുടെ പാർട്ട്ണറോട് ആൾ എന്താണ് പറയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ തന്നെ കുറയ്ക്കാൻ പറ്റും. ചില ആളുകൾ തന്നെ ഇങ്ങോട്ട് എന്താ പറയുന്നത് മനസ്സിലാവാതെ അത് എടുത്തടിച്ച് തിരിച്ചതേപോലെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി, നമ്മൾ സ്ഥിരമായി മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി റിലേഷൻഷിപ്പിൽ നല്ല മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നല്ല ക്ഷമയുണ്ടാവും, അല്ലെ? എന്ത് കേട്ടാലും മറ്റുള്ളവർ നമ്മളോട് ഒരു പല കാര്യങ്ങളും പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് പല ആളുകൾക്കും. ഇപ്പൊ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന, ഇപ്പൊ നേരത്തെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ദേഷ്യം കൂടുതലുള്ള ആളുകളുണ്ട്. എന്ത് പറഞ്ഞാലും എടുത്തടിച്ച് പറയുന്ന നല്ല ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മുടെ ദേഷ്യം കുറയ്ക്കാനൊക്കെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമുക്കത് കുറയ്ക്കാൻ പറ്റും, അല്ലെ? നമുക്ക് ഒരു നല്ല മൈൻഡോട് കൂടി ആരോടൊരു വിദ്വേഷമോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ മറ്റുള്ളവരോടൊക്കെ പുറത്തു കൊടുത്തിട്ടൊക്കെ സമാധാനത്തോടെ നമുക്ക് കഴിയാൻ പറ്റും. കൂടാതെ നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ചില ആളുകളുണ്ട് സ്മോക്കിംഗ്, അതുപോലെ ഓവർ ഈറ്റിംഗ് കഴിക്കുന്ന ആളൊക്കെ ഉണ്ട്, അല്ലേ? ചില ആളുകളുടെ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളെ ഇതിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നല്ല ഫുഡ് കഴിക്കും, ടെൻഷൻ വന്ന് അപ്പൊ പോയിട്ട് ഫുഡ് കഴിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഹാപ്പിനെസിന്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും എല്ലാത്തിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും, അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലായി. നമുക്ക് എന്താണ് മൈൻഡ്ഫുൾനെസ് മനസ്സിലായി, അതുപോലെ അത് പ്രാക്ടീസ് ചെയ്ത എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളതെന്ന് മനസ്സിലായി. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു നോക്കാം. അപ്പൊ നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്താണെന്ന് മനസ്സിലായി, അതേപോലെ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറയും. അപ്പൊ നമുക്കൊരു നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് അതിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ അതൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്കൊരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് കണ്ണടച്ചിരുന്നിട്ട് എവിടെയെങ്കിലും അല്ലെങ്കിൽ കിടന്നിട്ടോ ഇത് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ചിരിക്കാം. ഉള്ളിലേക്ക് പോകുന്നതും അത് ആ ഒരു ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ, അല്ലാതെ നിങ്ങളുടെ ഉള്ളിലും മൈൻഡിലും അതുപോലെ നിങ്ങളുടെ ബോഡിയിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ആ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ആ ബ്രീത്ത് ഉള്ളിലേക്ക് പോകുന്നു, പിന്നെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു ചൂട് ആയിട്ടായിരിക്കും, അല്ലെ? നിങ്ങളുടെ മേൽചുണ്ടിന്റെ മുകളിൽ ആ ശ്വാസം വരുന്ന സമയത്ത് ഒരു ചെറിയ ചൂട്, അതൊക്കെ അനുഭവിക്കുക. എന്തൊക്കെ നിങ്ങളുടെ ലൈഫ് ആ ഒരു സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നത്. ചിലപ്പം പല ചിന്തകൾ വരാം, അല്ലെ? പല ആളുകൾക്ക് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത്
നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരാറുണ്ട്. അല്ല നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഓഫീസിലെ വർക്കിന്റെ കാര്യങ്ങൾ, ബിസിനസിന്റെ കാര്യങ്ങളായാലും ആ ഒരു സമയത്തായിരിക്കും അധികം ചിന്തകൾ വരുന്നത്. നമ്മളെ കണ്ണടച്ച് ആ ഒരു നമ്മുടെ മൈൻഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അതുവരെ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത പല ചിന്തകളും വരും. അപ്പോൾ ആ ഒരു ചിന്തയുടെ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാനിപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇതൊരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എനിക്ക് ചിന്തകൾ വരുന്നത്? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ക്ലിയർ അല്ല, ഇത് ശരിയാവുന്നില്ല. ചില ആളുകൾ പറയാറുണ്ട് അതൊക്കെ നിർത്തിയിട്ട് പോരെ, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അത് ചുമ്മാ നോക്കിയിരിക്കുക. നിങ്ങളൊരു സാക്ഷിയായിട്ടിരിക്കാം. അവിടെ എന്താണ് ഇപ്പൊ നമ്മുടെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ടൗണിലോ അല്ലെങ്കിൽ റോഡ് വക്കിലൊക്കെ പല സംഭവങ്ങളും കാണാറുണ്ട് അല്ലെ? പല ആളുകളും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അതിൽ പോയി ഇടപെടാറുണ്ടോ? ഇല്ലല്ലോ. ചിലപ്പോൾ നമ്മളത് നോക്കിയിട്ട് അങ്ങനെ പോകും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ ഒരു സമയത്ത് എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം നല്ലതിനാണ്. ചിലപ്പോൾ നമുക്ക് പറയാറുണ്ട് ആ ഒരു പ്രശ്നങ്ങൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ഇത് ശരിയാവുന്നില്ല എന്ന് പറയണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ചിന്തകൾ മെഡിറ്റേഷന്റെ സമയത്തൊക്കെ ഈ ഒരു ചിന്തകൾ വരുന്നത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മളൊരു വെള്ളം തിളപ്പിക്കുന്ന സമയത്ത്, ചൂടാക്കുന്ന സമയത്ത് ആ ഒരു ഇതിങ്ങനെ പോകുന്ന കണ്ടില്ലേ? ആ ഒരു ബബിളായിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതൊക്കെ പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ നിങ്ങളുടെ ചിന്തകള് പുറത്തേക്ക് പോകണം. അപ്പൊ അത് കൂടെ കൂടെ ചെയ്യുന്നതോടുകൂടി അത് കുറഞ്ഞ് 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 വരാൻ തുടങ്ങും. അപ്പൊ സ്ഥിരമായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കൊക്കെ അത് അവബോധ്യമായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ സംഭവിക്കുന്നത്, ആ ഒരു ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ബ്രീത്ത് എങ്ങനെ പോകുന്നു, ആ ഒരു സമയത്ത് നിങ്ങളുടെ ബോഡിയിലും അതുപോലെ മൈൻഡിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റാണ്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയും. ഫുഡ് കഴിക്കുന്ന സമയത്ത് അതേപോലെ വെള്ളം കുടിക്കുന്ന സമയത്ത് പതിയെ കഴിക്കാം. ഇപ്പൊ ചില ആളുകളുണ്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് ഓടിപ്പോകുന്നത്. നിങ്ങൾ സമയം എടുത്തിട്ട് കഴിക്കുക. കൂടുതലായിട്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ടാവും, നന്നായിട്ട് തടി വെക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ ഫുഡ് കഴിച്ചിട്ട്. അപ്പൊ അവര് തടി കുറയ്ക്കാനും കൂടെ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഫുഡ് എടുത്തിട്ട് അത് ടൈം എടുത്തിട്ട് കഴിക്കാം. ഒരു 15-20 മിനിറ്റ്. ഇപ്പൊ ഇതിലിങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതായത് മൈൻഡ്ഫുൾനെസ്സിൽ ചില പ്രാക്ടീസ് ഉണ്ട്. ചില ഒരു മുന്തിരി, ഒറ്റ മുന്തിരി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫ്രൂട്ട് എടുത്തിട്ട് ചെറിയ കാര്യം എടുത്തിട്ട് അത് നോക്കി അതിനെ ആസ്വദിക്കാം. അതിന്റെ ഷേപ്പ്, ഇനി അതിനെങ്കിൽ ആ ഫ്രൂട്ടിന് എന്തെങ്കിലും സ്മെൽ ഉണ്ടെങ്കിൽ അത് സ്മെല് ചെയ്തിട്ട് അത് എങ്ങനെയാണ്, അതിന്റെ ഓരോ കാര്യങ്ങളും നോക്കി പതിയെ പതിയെ. ഇപ്പൊ നമുക്ക് ഫുഡ് കിട്ടുമ്പോൾ ഇപ്പൊ പറയുമ്പോൾ ആ ഫുഡ് നേരം വൈകിയ സമയത്തായിരിക്കും ഫുഡ് കിട്ടുന്നത്. ആ സമയത്തൊക്കെ നോക്കിയിരിക്കാൻ എവിടെ നേരം എന്നൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ നിങ്ങൾ ടൈം എടുത്തിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇതില്. അപ്പൊ സമയം എടുത്തിട്ട് ഈ നല്ല ഓവർ തടിയുള്ള ആളുകളൊക്കെ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കഴിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള ഫുഡ് കുറച്ചുള്ളൂ. ചില ആളുകൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് വയറ് പൊട്ടുന്ന രീതിയിലേക്ക് കഴിച്ചിട്ട് പിന്നെ എണീറ്റ് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലൊക്കെ. അപ്പൊ നിങ്ങൾ കുറച്ചെടുക്കുക. അതുപോലെ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ അതിൽ ശ്രദ്ധിച്ച് ആ ഫുഡ് നമ്മൾ ഉള്ളിലൂടെ ഇറങ്ങി പോകുന്നു. ആ ഒരു സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബോഡിയിൽ അതുപോലെ നിങ്ങളുടെ മൈൻഡിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്തും, അതുപോലെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും വരുന്നത് ശ്രദ്ധിക്കുക. അല്ലെ? നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഫുഡ് കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസമാവും അല്ലെ? അപ്പൊ അത് ഫീൽ ചെയ്യാം. വെള്ളം കുടിക്കുന്ന സമയത്ത്, നല്ല വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ആയാലും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട്. അതെല്ലാം ഫീൽ ചെയ്യാം. എന്തെല്ലാമാണോ സംഭവിക്കുന്നത് ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ നിൽക്കുക. ക്ലിയർ ആണോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധയോടെ എന്താണ് നമ്മുടെ ബോഡിയിലും മൈൻഡിലും സംഭവിക്കുന്നത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ കഴിക്കുന്നതും എന്താണ് ഫുഡ്, ഇപ്പൊ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അല്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും. ആ ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ പോലും പല ആളുകൾക്കും ഇത് ആസ്വദിച്ച് കഴിക്കാൻ കഴിയാറില്ല. പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നേരമില്ലാതെ പെട്ടെന്ന് കഴിച്ചു പോകുന്നവര്. ആ ഒരു ഫുഡ് അതിന്റെ സ്മെല്ല്, ബിരിയാണി ആണെങ്കിൽ അതിങ്ങനെ കുറച്ചു നേരം പ്ലേറ്റിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുക, എന്നിട്ട് അത് ആസ്വദിക്കുക അല്ലേ?
ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഫുഡാകുമ്പോൾ ആസ്വദിക്കാൻ പറയുമ്പോൾ അത് പറ്റാറില്ല. പെട്ടെന്ന് എടുത്ത് തട്ടി പോകാനായിരിക്കും ശ്രമിക്കുക അല്ലെ. അപ്പൊ അത് കുറച്ചു നേരം നമ്മുടെ മുൻപിൽ വെച്ച് ഒന്ന് ആസ്വദിച്ച് പതിയെ കഴിക്കാം. അപ്പൊ കൂടുതൽ കഴിക്കില്ല, നമുക്ക് ഓവറായിട്ട് തടിയും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അടുത്തതാണ് നമ്മളെ ബോഡി സ്കാനിങ്. മൂന്നാമത്തെ പോയിന്റ് ആണ്. നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാവും നമുക്ക് ഒരു ചൊറിച്ചില്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വേദനകള്, അതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അല്ലെ. നമ്മള് അസുഖങ്ങൾ വരുന്നത് വരെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സമയത്താണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് പറയാം. അതിലെന്തെങ്കിലും സംശയം ഉണ്ടാവും ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ? നമുക്ക് ആ ബോഡി സ്കാനിങ്ങിൽ ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, ആ മെഡിറ്റേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു ഭാഗത്ത് കിടക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കാൽപാദം മുതൽ, കാലിന്റെ വിരൽ മുതൽ ഓരോ ബോഡി പാർട്സും സ്കാൻ ചെയ്യാം. നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് ഓരോ ബോഡി പാർട്സും സ്കാൻ ചെയ്യാം. നിങ്ങളത് റിലാക്സ് ആവുന്നത് കണ്ണടച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ടോ ഓരോ വിരൽ മുതൽ കാൽവര മുതൽ നമുക്ക് തലയുടെ മുകൾ ഭാഗം വരെ ഓരോ ബോഡി പാർട്സ് എടുത്തിട്ട് സ്കാൻ ചെയ്യാം. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ആ ബോഡിയിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നല്ല ചൊറിച്ചിലോ വേദനകളോ പല ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നേക്കാം. അതൊക്കെ ഫീൽ ചെയ്യാം. ആ ഒരു സമയത്ത് എന്താണോ സംഭവിക്കുന്നത് അവിടെ അത് ശ്രദ്ധിക്കാം. അവിടെ സംഭവിക്കുന്ന, ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത് ബുദ്ധിമുട്ട് സംഭവിച്ചേക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ചൊറിച്ചിൽ വരുന്ന സമയത്ത് ചൊറിയാനൊക്കെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ വേദന പെയിൻ വരുന്ന സമയത്ത് അവിടേക്ക് അപ്പൊ അവിടെ ഒന്നും ചൊറിയാനോ ഇതിനൊന്നും പോവാതെ അവിടെ ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ബോഡിയെ, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് പല അസുഖങ്ങളും വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ലൊരു തരിശായ ഒരു ഭൂമി, ഒന്നുമില്ലാതെ നിങ്ങൾ കിളച്ച് മറിച്ചിട്ട് ഒന്നുമില്ലാതെ അവിടെ കൃഷിയൊന്നും നടത്താതിരിക്കുന്ന സമയത്ത്, നിങ്ങൾ അവിടെ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് അവിടെ കളകൾ വരാറുണ്ട് അല്ലെ. പിന്നെ അത് കാട് പിടിച്ച് നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വരെ വരും. അപ്പൊ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അങ്ങനെ അവസ്ഥ വരും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പല അസുഖങ്ങളും വരും, വേദനകൾ വരും, പല ബുദ്ധിമുട്ടുകളും നമുക്ക് വരും. നിങ്ങൾ ഓരോ ഭാഗങ്ങളും ശ്രദ്ധിച്ച് ഈ പറയുന്ന പോലെ സ്കാൻ ചെയ്ത് പോകുന്നത് തന്നെ ഇപ്പോ എനർജിയാണ്. നമ്മൾ എല്ലാത്തിലും പഠിക്കുന്ന എനർജിയാണ്. ഒരു നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തലയിൽ തന്നെ 36ഓളം എനർജി പോയിന്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എനർജി നമ്മൾ EFTയിലൊക്കെ പറയുന്നത്, അതിനെ നമ്മൾ അവിടെ ടാപ്പ് ചെയ്തിട്ടാണ് എനർജി ആക്റ്റീവ് ആക്കുന്നത് അല്ലെ. EFT ചെയ്തവർക്ക് അറിയാം. നമ്മുടെ എനർജി പോയിന്റ്സിൽ ഓരോ പോയിന്റ്സിലും നമ്മൾ ടാപ്പ് ചെയ്തിട്ടാണ് അതിനെ ആക്റ്റീവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മൈൻഡ്ഫുൾനെസ്സിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഭാഗങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ച് അതിനെ സ്കാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ എനർജിയെ ആക്റ്റീവ് ആക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളിലേക്കും പോകും. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ. നിങ്ങൾ സ്ഥിരമായിട്ട് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് പോരുന്ന സമയത്ത് നിങ്ങൾ പിന്നെ 1-2 ദിവസം ഇത് വിട്ടു പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പിന്നെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. പ്രശ്നങ്ങൾ മീൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് പനിയോ അല്ലെങ്കിൽ ഇതേപോലെ വേദനയോ. നിങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ബോഡിയിൽ എല്ലാവർക്കും എന്താ വേണ്ടേ? അറ്റൻഷൻ ആണ്, എല്ലാവരും ശ്രദ്ധ വേണം അല്ലെ. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും നമ്മളോട് മിണ്ടണം, നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബോഡിയും ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ. ആ ശ്രദ്ധ നഷ്ടപ്പെടുന്ന സമയത്താണ് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പൊ നിങ്ങളെ ബോഡി ഏത് സമയത്തും അത് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത പോയിന്റ് ആണ് നമ്മൾ മൈൻഡ്ഫുൾ വാക്കിംഗ് എന്ന് പറയുന്നത്. വാക്കിംഗ് നിങ്ങൾ നടക്കുന്ന സമയത്ത്, ഇപ്പൊ രാവിലെ എല്ലാവരും നടക്കാൻ പോകാറുണ്ട് അല്ലെ.
നടക്കാൻ ഇറങ്ങുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റെപ്പ്, ഓരോ കാൽപാദം എടുത്ത് വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ആ ഒരു സമയത്തും നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അതേപോലെ നിങ്ങളുടെ ചിന്തകൾ എന്താണ് ശ്രദ്ധിക്കുക. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ സ്പീഡിൽ നടക്കുന്ന സമയത്ത് നല്ല കിതപ്പ് വരാറുണ്ട് അല്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അധികം ബോഡി ചൂടാവും, അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പ്രകൃതി, നല്ല പൂക്കളും, അതുപോലെ നല്ല രാവിലെ തന്നെ ഇറങ്ങി നടക്കുമ്പോൾ നല്ല മഞ്ഞും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ആസ്വദിച്ച് നടക്കുക. നമ്മൾ കുട്ടിക്കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുതായിരിക്കുന്ന സമയത്ത് ഇതേപോലെ നടന്നിങ്ങനെ പോകുമ്പോൾ എല്ലാവരോടും സംസാരിച്ച്, അല്ലെ? ഒരു പുല്ലോ അങ്ങനെ എന്തെങ്കിലും കാണുന്ന സമയത്ത് അതിനോടൊക്കെ സംസാരിച്ച്, ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാനൊക്കെ ചെയ്ത കാര്യമാണ്. നമ്മളൊരു വടിയൊക്കെ എടുത്തിട്ട് ഓരോന്ന് ആ ഒരു പുല്ലിലൊക്കെ അടിച്ച് അതിനോടൊക്കെ സംസാരിച്ച് പല കാര്യങ്ങളും പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ അതേപോലെ അന്നൊക്കെ നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താണ് നമുക്കറിയാതെ. അപ്പൊ അതുപോലെ വടിയെടുത്ത് അടിക്കണം എന്നല്ല, നിങ്ങൾ ആ ഒരു പ്രകൃതിയെ ആസ്വദിച്ച് അതിനെ കുറിച്ച് ചിന്തിച്ച് അവിടെ നമുക്ക് ഈ ഒരു ചെടിയെ, ഈ മരങ്ങളെന്നൊക്കെ ഇതിനോട് സംസാരിക്കാൻ പറ്റും. നിങ്ങൾ എന്താണോ, അങ്ങനെ ഒരു പ്രാക്ടീസ് തന്നെ ഇതിലുണ്ട്. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും ചെടിയോ അല്ലെങ്കിൽ മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് സംസാരിക്കാം. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് പോസിറ്റീവായിട്ട് നല്ല വാക്കുകൾ അതിനോട് സംസാരിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പൂക്കളും അതുപോലെ നല്ല വളർച്ച ഉണ്ടാവും. അല്ലാത്ത ദിവസം നിങ്ങൾ അത് നേരെ തിരിച്ചു പോയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അതിനോട് നെഗറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു മരത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ ചെടിയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വാക്കുകളും അതിനൊക്കെ അത്രയും എനർജി ഉള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മറ്റുള്ളവരോട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത് ഏൽക്കുന്നില്ലേ? നമ്മൾ പറയുമ്പോൾ ചില ആളുകൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ വാക്കുകളും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പറയുക. ദേഷ്യപ്പെടുമ്പോഴും നമുക്ക് ചിലപ്പോൾ നമ്മളെ വായന്ന് തന്നെ നമ്മൾ അറിയാതെ നന്നായിട്ട് നല്ല തെറിയും പല കാര്യങ്ങളൊക്കെ പോകാറുണ്ട് പല ആളുകൾക്കും. നിങ്ങളത് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 2 ഇല എടുക്കുക. എടുത്തിട്ട് ഒന്നിൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഐ ലവ് യു അങ്ങനെ എന്തെങ്കിലും അതിനോട് ആ ഒരു ഇലയിൽ എഴുതി വെക്കാം. കുറച്ച് കട്ടിയുള്ള ഇല. അതേപോലെ വേറൊരു ഇല എടുത്തിട്ട് അതിൽ ഐ ഹേറ്റ് യു അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കാം. എന്നിട്ട് അതങ്ങനെ ഫീൽ ചെയ്യാം. ആ ഒരു ഇലയുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്, ആ 2 ഇലയുടെ മുന്നിൽ ഇരുന്നിട്ട് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞത് ആ ഒരു പോസിറ്റീവായിട്ട് അതിനോട് സംസാരിക്കാൻ. അതേപോലെ പുറത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള അതിനോട് നെഗറ്റീവായിട്ടും സംസാരിക്കാൻ. ഇപ്പൊ 2 3 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിച്ചില്ല അതുപോലെ അവിടെ ഉണ്ടാവും. നിങ്ങളുടെ എനർജി ഹൈ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ടല്ലോ നെഗറ്റീവായിട്ട്, എപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അതിലൊരു മാറ്റങ്ങളൊന്നും കാണില്ല. ആ ഒരു എഴുതി വെച്ചിട്ടുള്ള രണ്ടും ഒരേപോലെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഈ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത ആളുകൾക്ക് ആ ഒരു മാറ്റം അവിടെ കാണാൻ പറ്റും. പോസിറ്റീവായിട്ട് എഴുതി വെച്ചിട്ടുള്ള നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ അതുപോലെ ഒരു വാടാതെ അങ്ങനെ നിൽക്കുന്നത് കാണാം. പക്ഷെ മറ്റേ ഇല അത് പെട്ടെന്ന് 1 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സംസാരം കൊണ്ട് അവിടെ വാടിപ്പോയിട്ടുണ്ടാവും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പിന്നെ അടുത്തതാണ് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന, അല്ലേ? നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ രാവിലെ എണീക്കുന്ന സമയത്ത് ആ ഒരു ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ആ ഒരു ബെഡിനെ ഫീൽ ചെയ്യാം, അല്ലെ? ചില ആളുകൾ അങ്ങനെ എണീറ്റിട്ട് പോരാറുണ്ട്, എണീറ്റ് ഉടനെ അങ്ങനെ പോരാറുണ്ട്. അപ്പൊ നിങ്ങൾ എണീറ്റ് ഉടനെ ആ ബെഡൊക്കെ ഫീൽ ചെയ്യുക, അവിടെ കിടന്ന സ്ഥലങ്ങൾ ഫീൽ ചെയ്യുക. എന്നിട്ട് ആ ഒരു ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് ആ തലയണക്കൊന്ന് നേരാക്കി നല്ല വൃത്തിയിൽ വെച്ചിട്ട് അങ്ങനെ പോരാം. അതേപോലെ കുളിക്കുന്ന സമയത്ത്, അതുപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോ ഒരു കൈ കൊണ്ട് സ്ഥിരമായിട്ട് ഒരു കൈ കൊണ്ടായിരിക്കും ബ്രഷ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അറിയാതെ തന്നെ ആ പേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ തന്നെ എത്ര മിനിറ്റ് കൊണ്ട് ആ ബ്രഷ് അവിടെ കഴിയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ടൊരു റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് മാറ്റി പിടിക്കാം. അപ്പൊ നിങ്ങളെ ശ്രദ്ധ അവിടെ ഉണ്ടാവും.
അല്ലെ? മറ്റേത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ചെയ്യുന്നുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ടാവും. ബ്രഷ് ചെയ്യുന്നത്, ഇനി കുളിക്കുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആ ഒരു സോപ്പ് എടുത്ത് തേക്കുന്നവര് ഡെയിലി ഒരേ സ്ഥലത്തിനായിരിക്കും. ചിലപ്പം ചില ആളുകൾ കാലായിരിക്കും, ചില ആളുകൾ കയ്യിലായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സ്ഥിരമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ആ സ്റ്റാർട്ട് ചെയ്യുന്ന കുളിക്കുന്ന ആ തലയിലേക്ക് വെള്ളം വരുന്ന സമയത്ത്, പിന്നെ നിങ്ങൾ സോപ്പ് തേക്കുന്ന സമയത്തൊക്കെ ഡെയിലി ചെയ്യുന്ന ഒരു കയ്യിൽ ഭാഗത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ കാലിന്റെ ഭാഗത്തു നിന്നായിരിക്കും ആ ഒരു മേലെ കഴുകുന്നൊക്കെ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. ആ ഒരു ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ബ്രഷ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാം, ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ കുളിക്കുന്ന സമയത്ത്, പിന്നെ നിങ്ങൾ പല സൗണ്ടും കേൾക്കാറുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്താണെങ്കിലും, നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവും, വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ പല സൗണ്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഫീൽ ചെയ്യുക. ചിലപ്പോൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് കളിക്കുന്നതും അവര് സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരാറുണ്ട് അല്ലെ? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കരുത്, ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയാറുണ്ട്, പലതരം പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും നല്ലതാണ്. അവിടെ ഒന്നും നല്ലതല്ലാത്തല്ല അല്ലെ? അവർക്ക് കളിക്കാനും സൗണ്ട് ഉണ്ടാക്കാനൊക്കെ അവർക്കും സ്വാതന്ത്ര്യം. അവിടെ നമ്മൾ ഫീൽ ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആ കുട്ടികൾ എന്താണ് കളിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ എങ്ങനെ സംസാരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇറിറ്റേഷൻ വരില്ല, ആ ഒരു ദേഷ്യം വരില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മെഡിറ്റേഷനിൽ ഇരിക്കാനൊക്കെ കഴിയും. അതേപോലെ നിങ്ങൾക്ക് ചുറ്റുള്ള സൗണ്ടുകൾ ഒരുപാട്, രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? കിളികളുടെ ശബ്ദവും, പിന്നെ അമ്പലം, വീടിന്റെ അടുത്ത് അമ്പലം, അങ്ങനെ പള്ളി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, ചുമ്മാ കേട്ടിരിക്കാം. പിന്നെ അടുത്ത് പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഡെയിലി എല്ലാത്തിലും പറയുന്നുണ്ടല്ലോ, എല്ലാ ക്ലാസ്സിലും വന്നിട്ട് പറയുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? അതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരാളോട് നന്ദി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരാളോട് എന്നല്ല, നമുക്ക് ഈ ഒരു ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത്, രാവിലെ എണീക്കാൻ കഴിഞ്ഞതിന്, അല്ലെങ്കിൽ ഇത്ര നേരം ഇവിടെ വന്നിരുന്ന് 80ഓളം പേര് ഇവിടെ ഈ ഒരു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ? ഇതൊന്നും കിട്ടാത്ത, ഇതൊന്നും കേൾക്കാൻ പറ്റാതെ ഒരുപാട് ആളുകളുണ്ട്. ഇത് ആവശ്യമുള്ള ആളുകളാണ്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകളാണ്. അപ്പോഴും അത് എവിടെ കിട്ടും, എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്ട്രെസ്, അല്ലെങ്കിൽ ഈ ആൻസൈറ്റി, ഒരുപാട് പ്രശ്നങ്ങളോട് ബുദ്ധിമുട്ടുന്ന ആളുണ്ട്. അതിനൊന്നും എവിടെ പോകണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്ത ഒരുപാട് ആളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞ് ഈ ഒരു സമയത്ത് ഒരു 5:30-ക്ക് വന്ന്, അല്ലെങ്കിൽ 6 മണിക്ക് വന്നതിൽ ഇരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. രാവിലെ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ താങ്ക് യു യൂണിവേഴ്സ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ അടുത്തത് വരുന്നതാണ്, നിങ്ങൾ പല ആളുകളും മൾട്ടി ടാസ്ക് ചെയ്യാറുണ്ട് അല്ലെ? ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലെ? പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കും, രാവിലെ തന്നെ കിച്ചണിൽ പോയി നോക്കിയാൽ മതി, പല കാര്യങ്ങളായിരിക്കും ഒരേ സമയത്ത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ സമയം ഒരു കാര്യങ്ങൾ എടുക്കുക, അത് ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങൾക്ക് മൾട്ടി ടാസ്ക്, ചില ആളുകളും അതിങ്ങനെ എനിക്ക് ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. നമുക്കിപ്പോൾ അത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര ഇതിന് നല്ല കഴിവാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ശ്രദ്ധ കുറെ കഴിയുമ്പോൾ അതിൽ ശ്രദ്ധ കുറയാനും പല ബുദ്ധിമുട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സിൽ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ചെയ്യുന്ന ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും ഒരേ സമയം അത് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ടാസ്ക്, ചെയ്യാനുള്ള കാര്യങ്ങൾ, ടാസ്ക് ആണെങ്കിലും അതെല്ലാം എഴുതി വെക്കുക. ഇപ്പൊ ടു ഡു ലിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ പല ക്ലാസ്സിലും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഒരു ടാസ്ക് എഴുതി വെക്കുക, എന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യാം. ആ കാര്യം ചെയ്യുന്ന സമയത്ത് തന്നെ, ആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഇതിലെല്ലാം ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്നത് വെച്ചാൽ, ഈ ഒരു കാര്യം ചെയ്യുമ്പോഴല്ല, ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ? ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ബ്രീത്തിൽ ശ്രദ്ധിക്കുക, അതേപോലെ ബോഡി സ്കാനിങ്ങിന്റെ, അതൊക്കെ ഓരോ സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അല്ലേ? ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ആ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണം. അങ്ങനെ പറ്റുമോ? കഴിയോ? നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ശ്രദ്ധിക്കാം. നേരത്തെ ഞാൻ മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞു, അപ്പൊ ഇത് പറഞ്ഞിട്ട് എങ്ങനെ വീണ്ടും ഇതൊരു മൾട്ടി ടാസ്ക് അല്ലേ എന്ന് ചിന്തിക്കും അല്ലെ? നമ്മൾ ഈ ഫുഡ് കഴിക്കണം, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ബോഡി സ്കാൻ ചെയ്യണം,
നമ്മളെ ചിന്തകളെ കൺട്രോൾ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ. മറ്റേത് നമ്മൾ സ്ട്രെസ് ആയിട്ട് പല ഇതിലൂടെ പോകുന്നതാണ്. പക്ഷെ നമുക്ക് യൂണിവേഴ്സിന്റെ കാര്യത്തിൽ എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ശ്വസിക്കുന്നത് അല്ലെ, നമ്മൾ അറിഞ്ഞിട്ടാണോ, നമ്മളത് അറിയാതെ സംഭവിക്കുന്ന. അപ്പൊ അവിടെ എല്ലാം നിങ്ങൾ ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുക. ഹലോ, ഓ അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നടക്കുന്ന സമയത്തും നിങ്ങൾ ബോഡി സ്കാൻ ചെയ്യുക, അതുപോലെ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കുക, അതുപോലെ നിങ്ങളുടെ ചിന്തകൾ എന്താണെന്നുള്ള ഇതൊക്കെ ശ്രദ്ധിക്കുക. സമയത്ത് എല്ലാം ചെയ്യാം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാൾ നിങ്ങളെ വന്ന് പരിചയപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അപ്പൊ നിങ്ങളെ ബോഡി എന്താണ് ആ സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അതിൽ ശ്രദ്ധിക്കാം. അത് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം, നിങ്ങളുടെ ബ്രീത്തിൽ ശ്രദ്ധിക്കാം, ആളെ ആളെ മൊത്തം സ്കാൻ ചെയ്യാം. ആളെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത്. പിന്നെ ആ ഒരു മൊമെന്റില് നിങ്ങൾ ആ ഒരു ഇപ്പൊ ഏത് നിമിഷത്തിലാണ് നിൽക്കുന്നത് അതാണ് പറയുന്നത്. അപ്പൊ എന്തെല്ലാം സംഭവിക്കുന്നത്, അവര് സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്നത്, അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ചിന്തകൾ. ഇപ്പൊ ചില ആളുകളെ കാണുമ്പോൾ തന്നെ പല ചിന്തകളും വരാറുണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കാം. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചു പോകുന്നതിലൂടെ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചില ആളുകൾ നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചുമ്മാ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെ എങ്ങനെയാണ് നല്ല വിവേകത്തോടെ അവരോട് സംസാരിക്കാൻ പറ്റും. ചിലപ്പം ദേഷ്യം വരുന്ന അല്ലെങ്കിൽ എടുത്തടിച്ച് പറയുന്ന പല ആളുകളുണ്ടാവും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ അവരെ ശ്രദ്ധിച്ച് നിങ്ങളെ ശ്രദ്ധിച്ച് ഈ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒഴിവാക്കാൻ കഴിയും. കൂടാതെ പിന്നെ അടുത്ത പോയിന്റാണ് നമുക്ക് നല്ല റെസ്റ്റ് അല്ലേ. നമ്മുടെ മൈൻഡും ബോഡിക്കും നല്ല റെസ്റ്റ് വേണ്ട ഒരു സമയമാണ് രാത്രി. ആ ഒരു സമയത്ത് പല ആളുകളും പറയാറുണ്ട്, രാത്രി നേരം വൈകിട്ട് അല്ലെങ്കിൽ 1 മണി അല്ലെങ്കിൽ 2 മണി വരെയൊക്കെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കിടക്കാറുണ്ട് അല്ലേ. അങ്ങനെ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ആളുകൾക്ക് സംഭവിച്ചായിരിക്കും. നന്നായിട്ട് ഉറക്കം വരും, ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്ക് തന്നെ വീഴുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഫോണിൽ മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടോ അങ്ങനെ ഉറങ്ങിപ്പോകുന്ന ഒരു സമയം ഉണ്ടാവാറുണ്ട്. ഉണ്ടോ? പല ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഓരോ ആളുകൾ ചിരിക്കുന്നുണ്ട് ഈ കാര്യം പറയുമ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാം. നമ്മുടെ ബോഡിക്കും മൈൻഡിനും റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണ് രാത്രി അല്ലെ. അതുവരെ നമ്മൾ 24 hours നമ്മൾ വർക്ക് ആയിരിക്കും, പല ചിന്തകളും വരുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിന് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കം വേണം. ആ ഒരു സമയത്ത് ഒരു 10 മണിക്കെങ്കിലും കിടക്കുക. നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങുക. നേരത്തെ എണീക്കുക, മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഞാനിൽ എഴുതിക്കൂടെ? കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇത് എഴുതുന്നുണ്ട്, ഞാൻ എഴുതാൻ പറ്റൂലേ? എഴുതണം. ഇവിടെ ശ്രദ്ധ വേണം, നിങ്ങൾ എഴുതുന്നതിൽ ശ്രദ്ധ വേണം. എല്ലാത്തിനും അതറിയില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ എവിടെയാണോ അവിടെ ഉണ്ടാവണം. ഈ ക്ലാസ് കേൾക്കുമ്പോൾ പോയിന്റുകൾ വരുന്നുണ്ടല്ലേ, അപ്പൊ അത് എഴുതി വെക്കണം. നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഈ ക്ലാസ് അതല്ല കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞത്, നമ്മൾ എഴുതിയില്ലേ, ആറ്റിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എഴുതി കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ എഴുതലുണ്ട്. അതേമാതിരി മെഡിറ്റേഷൻ അത് ചെയ്യരുത്. അതിന് വേറൊരു സമയം. അങ്ങനെയാണല്ലേ? എക്സസൈസ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ ഇത് കേൾക്കുകയാണെങ്കിൽ ഇത് കേൾക്കുക. ഇല്ല, ഇതിന് നമ്മൾ നല്ല കാര്യങ്ങൾ പറയാറില്ല. സാറിന്റെ ക്ലാസ് ആയാലും എല്ലാവരുടെ ക്ലാസ്സിലും നല്ല പോയിന്റ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണ്ടേ. രാവിലെ നടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ചില ആളുകൾക്ക് കേട്ടു, പിന്നെ മോർണിംഗ് വാക്കിന്റെ ഇടയിലേക്ക് കേട്ട് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാൻ, നിങ്ങൾ ഈ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സസൈസ് കഴിഞ്ഞ സമയത്ത് വേണമെങ്കിൽ പോയിട്ട് എഴുതാം അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ക്ലാസ് കേട്ടിരിക്കുന്ന സമയത്ത്
ഇതിൽ തന്നെ ഇരിക്കുക. അതാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞത്. എന്ത് കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്. മൈൻഡ് ആയാലും ബോഡി ആയാലും അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ ക്ലാസ് കേൾക്കുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം, മറ്റുള്ള പണിയൊന്നും എടുക്കാൻ പോകരുത്. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേറെ ടൈം അല്ലേ, അതൊക്കെ ഫീൽ ചെയ്തിട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വെറും ഒരു പണിയായി മാറി അല്ലേ. എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറയുന്നുണ്ട്, മെന്റേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ അതങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ ചെയ്യുന്നതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു റിസൾട്ട് ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യും, അപ്പൊ അതൊരു റിസൾട്ട് ഇല്ലാതെ പോകും. അങ്ങനെ അത് നിർത്താൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അത് 100% അതിലിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ബ്രീത്തിൽ ശ്രദ്ധിക്കുമ്പോഴും ബോഡിയിൽ ശ്രദ്ധിച്ചിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ഇതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് ബ്രീത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബോഡിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും. അപ്പോൾ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇതിലൊക്കെ പഠിപ്പിക്കുന്ന സാറൊക്കെ ഇടയ്ക്ക് വന്ന് പറയുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ഓക്കെ, സാരില്ല, വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓരോ സമയത്താകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് റെഡി ആവുള്ളൂ. അപ്പൊ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടെല്ലാം ക്ലിയർ ആവില്ല. ഓക്കെ, വേറെ ഒരു സംശയം ഉണ്ടായിരുന്നേ. ഈ ഫസ്റ്റ് പോയിന്റിലുള്ള നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്ത വരുന്ന സമയത്ത് നമ്മൾ സാധാരണ രീതിയിൽ ക്യാൻസൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറയില്ല. അത് ഇവിടെ അങ്ങനെ പറയണോ അതോ അതിനെ കൂടി ഒബ്സർവ് ചെയ്യണോ? എന്താണെന്ന് വെച്ചാൽ ഒബ്സർവ് ചെയ്യാം എന്നല്ലേ. എന്ത് ചിന്തകളാണ് വരുന്നത്, നമ്മൾ മെഡിറ്റേഷനിലായാലും നമ്മൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് 80% നമ്മുടെ വിഷ്വലായിട്ടാണ് പോകുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കണ്ണടയ്ക്കുന്ന സമയത്ത് നമ്മളാണ് കട്ടാവും, വിഷ്വൽ കട്ടാവുന്ന സമയത്ത് അപ്പൊ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ പല കാര്യങ്ങളും നടക്കും. അപ്പൊ അവിടെ നമ്മളൊരു സാക്ഷിയായിട്ട് ഇരിക്കുക എന്ന് പറയാം. മെഡിറ്റേഷനിലായാലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ അവിടെ എന്താണോ സംഭവിക്കുന്നത് ആ ചിന്തയുടെ പുറകെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുന്ന സമയത്ത് അതിന്റെ പുറകെ പോയാൽ നെഗറ്റീവ് ചിന്തയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന് കണക്ട് ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, ആ ഒരു ചിന്തയായിരിക്കും വരുന്നത്. അപ്പൊ അതിലുള്ള ആളുകൾ ഓർമ്മ വരും, ആ ഒരു പ്രശ്നം ഓർമ്മ വരും, അവർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. അപ്പൊ നമുക്ക് ഇറിറ്റേഷൻ വരും, ദേഷ്യം വരും, ആളോട് വെറുപ്പ് വരും, എല്ലാ സംഭവങ്ങളും വരും. ആ ഒരു സമയത്ത് മെഡിറ്റേഷൻ കൊള്ളാവും അല്ലെ, അതിട്ടെറിഞ്ഞ് എണീറ്റ് പോരാൻ വരെ തോന്നും. അപ്പോൾ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുക എന്താണ് സംഭവിക്കുന്നത്. എന്ത് സംഭവിച്ചാലും മെഡിറ്റേഷനിലായാലും ഏത് സമയത്ത് എന്ത് സംഭവിച്ചാലും നല്ലതിന് വേണ്ടിയിട്ടാണ്. ആ ചിന്തകൾ അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന്. അതെങ്ങനെ സ്ഥിരമായിട്ട് വരും. അപ്പൊ അങ്ങനെ നമ്മൾ അതിനോട് പ്രതികരിക്കാതെ അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കി നിൽക്കുക. പിന്നീട് അത് പതിയെ പതിയെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു വരും. പിന്നെ ചിന്തകളില്ലാത്ത അവസ്ഥ വരും. ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചില ഉണ്ടാവും, ഉറങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ടാവും. ഇല്ല, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെ കഴിയുന്ന നേരത്ത് അല്ലെ ഇരു കൈകളും തമ്മിൽ കൂട്ടിയുരസി കണ്ണുകൾ തുറക്കാന്ന് പറയുന്ന സമയത്ത് ഉണരുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ഉറങ്ങുന്നില്ല, നിങ്ങളുടെ ബോധ മനസ്സാണ് അവിടെ കട്ടായി പോകുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ ജെബിനാണ്. ഓക്കെ, ഒരു ഡൗട്ട് ചോദിക്കാനാണ്. ഈ സാർ നമ്മൾക്കാണെങ്കിൽ ഈ നമ്മള് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഹീലിംഗിന്റെ ഒക്കെ സമയത്തുണ്ടല്ലോ, ആ സമയം നമുക്ക് ഫസ്റ്റ് കരോട്ട ചോപ്പ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എപ്പോഴും ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോ നമ്മൾ എഴുന്നേക്കുന്നത്. അപ്പൊ അതിനെന്ത് നമുക്ക് എന്തായിരിക്കും അതിന്റെ ഒരു റിസൾട്ട് എന്താണ് ശരിക്കും? എന്താ അത് നമുക്കത് കറക്റ്റ് കിട്ടാത്തത് കൊണ്ടാണോ അതോ നമ്മളങ്ങ് നമ്മുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നതാണോ? അതുവരെ ചിലപ്പോൾ നമുക്ക് ഉറക്കം വരത്തില്ലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇതിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ് ആയിട്ട് നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത് അല്ലേ. ഒരാൾക്ക് ജോയിൻ ചെയ്യുന്നതും ഈ മെഡിറ്റേഷനിലായാലും നമ്മുടെ EFT-യിലായാലും ചെയ്യുന്ന സമയത്തൊക്കെ അത്രയും പ്രശ്നങ്ങളുണ്ട്. ഇനി സഹിക്കാൻ വയ്യ, ഇനി ഇതിന് ജോയിൻ ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യണം, നമ്മുടെ CC ഒക്കെ പറയുന്നത് കേട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ അത്രയും പ്രശ്നത്തിലായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു കരാട്ടെ ഷോപ്പിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അത്രയും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും അല്ലേ. നമ്മൾ ആ ടാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ചിന്തകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ടാപ്പ് ചെയ്തിരിക്കും. അപ്പൊ നമ്മുടെ ചിന്തകൾ ആ ഒരു സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നീട് നമ്മൾ ഇത് പ്രാക്ടീസ് ഡെയിലി ചെയ്യുമ്പോൾ ആ ഒരു ട്രോമ ഒക്കെ കുറഞ്ഞ് നമ്മുടെ ഹീലായി കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ
ഓരോ ഓക്കെ. അല്ല സാറേ, ഇപ്പൊ നമുക്ക് എപ്പോഴും അങ്ങനെ ഇല്ല. ചില സമയത്ത് നമ്മൾ ചെയ്യാൻ നേരത്തും ആ ഒരു സമയം കട്ടായി പോകും. നമ്മൾ ഉറങ്ങി പോവാണ്, സ്വാഭാവികമായിട്ട് ഉറങ്ങി പോകുന്നുണ്ട്. ഉറങ്ങല്ല. ഇതിൽ പറയും, മെഡിറ്റേഷനിലൊക്കെ പറയും നമ്മുടെ യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്ട് ആവുന്ന സമയമാണെന്ന് പറയുന്നത്. അത് നല്ലതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലല്ലേ? അത് നമ്മള് ഇപ്പൊ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് മുൻപ് ഒരാള് ഡൗട്ട് ചോദിച്ചപ്പോഴാണ് നമ്മൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നല്ലതിനാണ്, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. അത് നല്ലതിനാണ്, അവിടെ എല്ലാം നല്ലതിനാണ്. അത് അങ്ങനെ ഫീൽ ചെയ്യാം. അപ്പൊ അവിടെ നെഗറ്റീവായിട്ട് വരുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവായി വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൂടുതൽ ചിന്തകൾ വരും, ബുദ്ധിമുട്ടാക്കും. ഈ ഒരു സമയത്ത് ഒന്നുമില്ലല്ലോ, നമ്മുടെ ആ ഒരു യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്ട് ആയിരിക്കുന്നു, നമ്മൾ ഉറങ്ങിപ്പോകുന്നു. ഉറങ്ങല്ല, നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, നമ്മുടെ മെന്റേഴ്സ് ആ ഒരു ഹീലിംഗിന്റെ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് ആ ഒരു സാറ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഉണർന്നു വരുന്നുണ്ട്. അതെ അതെ അതെ, ശരിയാ. അവിടെ ഉറങ്ങി പോകുന്നല്ല. അപ്പൊ അത് നല്ലതിനാണ് കേട്ടോ, കുഴപ്പമില്ല. താങ്ക് യു സാർ. ഓക്കെ. മാം പറഞ്ഞോളൂ. മാം ഞാനേ മാം പറയുന്ന ക്ലിയർ അല്ല, ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്യോ? കയറാൻ എന്തുകൊണ്ടോ പറ്റില്ല, നെറ്റ് ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു. ഓക്കെ. ഇപ്പോഴാണ് കയറിയത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ ഞാനൊന്നും കേട്ടിട്ടില്ല. മെഡിറ്റേഷൻ ഒന്നും കയറിയാൻ പറ്റില്ല. 6 മണിക്ക് തുടങ്ങിയ ട്രൈ ചെയ്യലാണ്, ഇതുവരെ കിട്ടിയില്ല. എപ്പോഴാ കിട്ടി? 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. എന്തായാലും ഇതിന്റെ റെക്കോർഡ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. ഇന്നലെ രാത്രി അതുപോലെ കയറാൻ പറ്റിയില്ല. എന്താണെന്നറിയില്ല, അതിന്റെ ഫോണിന്റെ തകരാറാന്ന്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. നമുക്ക് സൂമിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നന്നായിട്ട് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ കണക്റ്റിംഗ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നല്ല റേഞ്ച് വേണം അതിന്. സൗണ്ട് വരുന്നില്ല, കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട്, വരുന്നില്ല. അത് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ? അപ്പൊ അത് നല്ല റേഞ്ച് ഉള്ള സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് ഇരിക്കാം. ഇന്നലെ രാത്രി കിട്ടിയില്ല, ഇന്നും അതേമാതിരി തന്നെയായി. ഇപ്പോഴാ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അതൊന്ന് എവിടെയാണ് റേഞ്ച്, വീട്ടിൽ എവിടെ റേഞ്ച് ഉള്ള സ്ഥലമൊക്കെ നോക്കുക അല്ലെ? നോക്കിയിട്ട് അത് ക്ലിയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ റെക്കോർഡ് എന്തായാലും ഗ്രൂപ്പിൽ വരും കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഒരു സംശയം കൂടി ഉണ്ടായിരുന്നേ. ഓക്കെ. ഈ കോൺസെൻട്രേഷൻ ഫോക്കസ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും നല്ല പ്രാക്ടീസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. ഇതന്നെ പ്രാക്ടീസ് ചെയ്യാലോ? പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് പറഞ്ഞില്ലേ, നമുക്ക് EFT ചെയ്യുന്ന പോലെ തന്നെ അതിന്റെ കുറച്ചൊരു ഗുണം എന്നല്ല, നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനർജി വർദ്ധിക്കും. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുപോലെ ഫോക്കസ് ചെയ്യാനും കൂടെ ഇതിന്റെ കൂടെ പഠിക്കുന്നുണ്ട് അല്ലെ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ചെയ്യാനാ പറയുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ തുടക്കം അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അറിയാതെ ചെയ്തു പോകും ഈ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ബ്രീത്ത് ശ്രദ്ധിക്കുന്നുണ്ടാവും, കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം, ഇതൊക്കെ വർദ്ധിക്കാം, ഫോക്കസ് ഒക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രാക്ടീസ് ഇത് തന്നെയാണ്. മറ്റേത് എന്ന് പറയുന്നത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ എഴുതുകയാണ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ വിഷ്വൽ ചെയ്യാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. സർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ, ഞാൻ ഇന്നലെ ഒരു 3 കടയിൽ പോയി. ഫസ്റ്റ് കടയിൽ പോയപ്പോ ഒരു 50 റുപ്പീസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ കടയിൽ നിന്ന് അതിന്റെ ബാലൻസ് 50 റുപ്പീസ് ഞാൻ മില്ലിലും കൊടുത്തു. പിന്നെ 3ാമത്തെ കടയിൽ പോയപ്പോ ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ 100 രൂപയുടെ നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്ത് ചെയ്തു? അപ്പൊ 50 രൂപ അവിടുന്ന് മില്ലിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് പറഞ്ഞ് ഞാൻ കുറെ നേരം കടയിൽ നിന്ന് ആലോചിച്ചു. മില്ല് അടുത്തുണ്ടായതുകൊണ്ട് ഞാൻ തിരിച്ചു പോയിട്ട് അവിടെ അവരോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു തന്ന 50 രൂപ ഇവിടെ വീണു തോന്നുന്നു പറഞ്ഞപ്പോ, അയ്യോ എനിക്ക് 50 രൂപയാണ് തന്നത് പറഞ്ഞു. അപ്പൊ എനിക്ക് ഓർമ്മ, ഞാൻ ആദ്യം പോയ കടയിൽ ആ 50 റുപ്പീസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്.
അപ്പൊ എനിക്ക് EFT ജോയിൻ ചെയ്യണതിന് മുന്നേ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയിരുന്നായിരുന്നു. പക്ഷെ ഇന്നലെ വീണ്ടും അത് സംഭവിച്ചു. എന്താ സാർ അങ്ങനെ ഉണ്ടാവാൻ? ഇപ്പൊ പിന്നെ അവിടെ നമ്മളെ ചെന്നപ്പോ അവർ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ അതുവരെ കുറേ നേരം നിന്ന് ആലോചിച്ചു. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അപ്പൊ ഇതെന്താണെന്ന് ചോദിക്കുന്നത്? ആ, അതെ, നമുക്ക് ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടല്ലേ? ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മള് കുറെ നേരം ശ്രദ്ധിച്ചില്ല, ഓക്കെ. പക്ഷെ നമ്മൾ പിന്നെ കുറെ ഒരു 5 മിനിറ്റോളം ഞാൻ ആലോചിച്ചു. എന്താ കാരണം ഒരു ഒരു 500 മീറ്റർ അറൗണ്ട് ആണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ബാഗ് തുറന്ന് പേഴ്സ് തുറന്ന് പിന്നെ ഒരു രണ്ടാമത് അത് മിസ് ആവാനുള്ള ചാൻസും ഇല്ലാത്തതുകൊണ്ട്, ഉറപ്പുള്ളതുകൊണ്ട് അവിടെ നിന്ന് കുറെ നേരം ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ രണ്ടാമത് ആ അവിടെ പോയി അവരോട് ചോദിച്ചപ്പോഴാണ്, അവര് പറഞ്ഞപ്പോഴാണ് എനിക്ക് 50 രൂപ തന്നെന്ന് പറഞ്ഞപ്പോഴാണ് ശരിയാ, ഞാൻ ആദ്യത്തെ കടയിൽ 100 കൊടുത്തിട്ട് എനിക്ക് ബാലൻസ് തന്നതാണ് 50 എന്ന് ഓർമ്മ വന്നു. പക്ഷെ അത് സാധാരണ കുറച്ച് ആലോചിച്ചാൽ കിട്ടേണ്ടതല്ലേ? അത് സ്ഥിരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡ് ഫുൾ ടൈം അവിടെ ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും സ്ഥിരമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ലേ. ആ ഒരു ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ എന്താണ് ചെയ്യുന്നത് അറിയുന്നുണ്ടാവില്ല. അതൊക്കെ പതിയെ പതിയെ ചെയ്താൽ മതി, റെഡി ആയിക്കോളും. ഓക്കെ സാർ. എനിക്ക് ഇതിന്റെ മുന്നേ നമ്മള് EFT ഒക്കെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോ ഒരു സാധനം എവിടെയെങ്കിലും വെച്ചാൽ അറിയേയില്ല, ഓർമ്മയുണ്ടാവില്ല എവിടെ വെച്ച്, പിന്നെ തപ്പിക്കൊണ്ടേയിരിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു. അതൊക്കെ മാറി ഇപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നായിരുന്നു. ഇതിപ്പോ വീണ്ടും വന്നപ്പോ നമുക്ക് എന്താണോ വീണ്ടും തിരിച്ചു പോയോ എന്നുള്ള ഒരു ടെൻഷൻ. നമ്മുടെ ഉറക്കൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓർമ്മക്കുറവൊക്കെ വരും. നന്നായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഉറക്കം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഹീലിംഗ് ആണെന്ന് പറയുന്നത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ബോഡിയെ മൈൻഡിനും റെസ്റ്റ് കൊടുക്കുന്ന സമയത്താണ്. ആ ഒരു സമയത്തും വീണ്ടും നമ്മൾ അതിന് ഓവർലോഡാണ് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി അതിന്റെ സമയത്ത് അതിനുള്ള എന്താ വേണ്ട വെച്ച് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം ക്ലിയർ ആവും. ഇതേപോലെ ഇതും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സുബൈദ മാം എന്തെങ്കിലും ചോദിച്ചോ? അൺമ്യൂട്ട് ചെയ്ത്. സാർ ഓക്കെ. പിന്നെ എന്താ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട്, നമ്മൾ ഈ പ്രിന്റ് എടുത്ത ബുക്ക് ഉണ്ടല്ലോ, ആ അത് പിന്നെ ഇത് വായിക്കാൻ നമ്മൾ വേണ്ട അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പറഞ്ഞിട്ടില്ലല്ലോ. അത് നമ്മുടെ മെന്റേഴ്സ് ഉണ്ടാവും അല്ലേ? മാമിന് ഒരു മെന്റർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അവരത് പറഞ്ഞു തരും കേട്ടോ. ഇപ്പൊ പ്രിന്റ് എടുത്ത് വെച്ചാൽ മതി. അവര് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവര് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഞാൻ വായിച്ചു നോക്കലുണ്ട്. എനിക്കത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതാ ചോദിച്ചത്. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽ കോളിംഗ് കഴിഞ്ഞിട്ടുണ്ടോ? നല്ല ഓക്കെ. അപ്പൊ ഇനി ഓരോ കാര്യങ്ങളും അവര് പറഞ്ഞു തരും. അപ്പൊ അതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.